സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിന്റെ അച്ഛനെയും കൺമണിയെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കൺമണിയാണെങ്കിൽ കൃഷ്ണന്റെ വീട്ടിൽ പോകാൻ കഴിയാത്തത് ഹോസ്പിറ്റലിൽ വെച്ച് വരുൺ കൃഷ്ണനെ അപമാനിച്ച് സംസാരിച്ചതൊക്കെ ഓർത്ത് സങ്കടപ്പെടാണ്. ഈ സമയം കൃഷ്ണ വരുന്നുണ്ട് കൺമണിയുടെ വീട്ടിലേക്ക്. കൃഷ്ണനെ കണ്ട കൺമണി ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. കൺമണിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്നും കൺമണിക്ക് സമ്മതമല്ലേന്നും മറ്റും ചോദിക്കുകയാണ് കൃഷ്ണ. എനിക്ക് സമ്മതമാണെന്നും നമുക്ക് പോകാം സാറുമെന്നും കൺമണി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഒരു കാര്യം മറന്നുപോയി, പറയാനായിട്ട് ഒരുപാട് തവണ പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വിട്ടുപോയി കൺമണിയുടെ കഴുത്തിൽ അന്ന് ഞാൻ താലി കെട്ടിയത് അഴിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് കളഞ്ഞേക്കാൻ പറയാണ് കേട്ടോ കൃഷി. ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് കൺമണി. പിന്നീട് അമ്മായിമാര് വരുമ്പോൾ ധനലക്ഷ്മി വളരെ സന്തോഷത്തോടെ അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്താ ധനലക്ഷ്മി സന്തോഷത്തോടെ, എന്താ കാര്യം, അമ്പലത്തിലൊക്കെ പോയ മട്ടുണ്ടല്ലോ, എന്താ ഞങ്ങളോടുള്ള പകയൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുലോചന. പകയൊക്കെ, പക്ഷേ അതൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ലെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, അങ്ങനെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്നും ധനലക്ഷ്മി പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയും കൺമണിയെ BR ഗ്രൂപ്പിൽ എത്തിക്കണം, അതിന് നിങ്ങളുടെ സഹായം വേണമെന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഈ വീടും പറമ്പും തരണമെന്ന് സുലോചനയും പറയുന്നുണ്ട്. എങ്കിൽ കൺമണിയെ BR ഗ്രൂപ്പിൽ എത്തിക്കുകയും ഞാൻ വേറെ ഒരു വീട് എടുക്കുകയും ചെയ്താൽ ഈ വീടും പറമ്പും നിങ്ങൾക്കുള്ളതാണെന്ന് കൺമണി വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അവർക്ക്. അങ്ങനെ അവരെല്ലാവരും കൂടി കൈ കൊടുക്കുന്നുണ്ട്. പിന്നീട് കൺമണി അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ. ഇതേസമയം കൺമണിയുടെ മനസ്സിൽ കൂടി കൃഷി താലി കിട്ടിയ കാര്യമൊക്കെ മറ്റുമൊക്കെ ഓർമ്മ വരികയാണ്. എന്നിട്ട് താലി എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. കൃഷി പറഞ്ഞ കാര്യവും കണ്ണി ഓർത്തു പോവാണ്. എന്നിട്ട് ഇത് വെറും താലിച്ചരടാണെന്ന് കൃഷി സാറ് പറയുന്നുണ്ടല്ലോ, ഇത് അഴിച്ചു കളയാനും പറഞ്ഞുവല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് അഴിച്ചു കളയാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് താലിയിൽ കൈവച്ചതും കൺമണിയിൽ നിന്നുള്ള കൃഷ്ണന്റെ വിളി കേട്ട് കൺമണി തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് കൺമണിയോട് കൃഷി പറയാൻ പോകുന്നതെന്നും കൺമണി താലി അഴിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.